എനിക്ക് നമ്മളെ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ എനിക്ക് രണ്ട് പേരെടുത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ രണ്ട് പേർക്ക് നമ്മളെ ലാംഗ്വേജിലുള്ള ആൾക്കാരല്ല, വേറെ ആൾക്കാരാണ്. ഈ രണ്ട് പേർക്ക് പുതിയ വരുന്ന ആൾക്കാരെ ഭയങ്കര കുറ്റം പറച്ചിലാണ്. അതായത് ഇപ്പോൾ യുദ്ധം വന്ന് ഇങ്ങനെ പ്രശ്നമായപ്പോഴത്തേക്ക് ഒരാൾ ഓഫ് പ്ലാൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഈ 4 വർഷത്തിനുള്ളിൽ വന്ന ആൾക്കാരാണ്. ഇവരെല്ലാം ജനിച്ചപ്പോഴേ എക്സ്പീരിയൻസോടുകൂടി ദുബായ് റിയൽ എസ്റ്റേറ്റിലോട്ട് മറ്റേ ചാപ്പ കുത്തി ഇറങ്ങി വന്നേക്കുന്ന ആൾക്കാരെ കണക്കാണ് ഇവരുടെ ഡയലോഗ്. പുതിയ ആൾക്കാരെ മൊത്തവും അടച്ച് ആക്ഷേപിക്കുന്നത്. അതായത് ഇവർ മാത്രമാണ് ഇവിടെ ദുബായ് റിയൽ എസ്റ്റേറ്റ് വാഴാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവരൊന്നും വാഴാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇവർ ഇടന്ന് സംസാരിക്കുന്നത്. കാരണം എനിക്ക് ഓരോ സമയത്ത് കയറുമ്പോഴത്തേക്ക് നല്ല ചൊറിഞ്ഞാണ് വരണത്. ഞാൻ ആരെ ഇതുവരെ കുറ്റം പറഞ്ഞില്ല, പക്ഷെ എനിക്ക് ഈ രണ്ടുപേരെ സഹിക്കാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും കുറ്റമല്ലാതെ അതിൻ്റെ വായിന്ന് ഒരു പുതിയ ആൾക്കാർ വരുമ്പോൾ അവരെ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ചെയ്യാനുള്ളത്, അവരെ ഗൈഡ് ചെയ്യുക, അതാണ് ചെയ്യാനുള്ള മെന്റർഷിപ്പ് ചെയ്യുക. അല്ലാതെ അവരെ കുറ്റം പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കുറ്റം പറച്ചിൽ അത് കണ്ടന്റായിട്ട് നേരെ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ലൈക്ക് ചെയ്യാൻ കുറേ പേര്, അതിൻ്റെ അടിയിൽ പോയി കമന്റ് ചെയ്യാൻ കുറേ പേര്. എന്ത് പിണ്ണാക്കാണ് എനിക്ക്. എന്നെ ഇങ്ങനെ ആരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് അത്രത്തോളം ദേഷ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കാര്യം പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ മാത്രം വാഴുന്നാൽ മതിയാ, കുറേ കിളവന്മാർ മാത്രം ഇവിടെ റിയൽ എസ്റ്റേറ്റ് വാഴുന്നാൽ മതിയാ. പുതിയ ആൾക്കാർ വരട്ടെ, പുതിയ ഐഡിയാസ് വരട്ടെ, പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴത്തേക്ക് ഇത് വേൾഡ് മാർക്കറ്റ് അല്ലേ. അല്ലാതെ നിങ്ങൾ രണ്ടുപേര് മാത്രം ഇതിനകത്ത് ഞെളിഞ്ഞിരുന്നാൽ മതിയാ.